മാഷെ, അമിത്ഷാ ഇറങ്ങുകയാണ്. സെയ്ഫിന്റെ കുത്തൽ നാടകവും സെയ്ഫിന്റെ 1796 കോടിയുടെ സ്വത്തും കണ്ടെടുക്കാൻ, അതായത് സെയ്ഫിന്റെ നാടകങ്ങളൊക്കെ കേന്ദ്രം പൂട്ടിക്കെട്ടി തോട്ടിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി സ്റ്റേക്കുമായി പോയപ്പോൾ കോടതി പറഞ്ഞു ഇതൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ കയ്യിലാണ്, നിങ്ങൾ അവരോട് പോയി അപേക്ഷയൊക്കെ പറഞ്ഞ് ചോദിക്കുള്ളൂ, ഇങ്ങോട്ട് വരണ്ട. ഇപ്പോഴും ചോദ്യം, സെയ്ഫിനെ കരീന കുത്തിയതാണോ അതോ സെയ്ഫ് സ്വയം കുത്തിയതാണോ അതോ മറ്റാരെങ്കിലും കൊണ്ട് സെയ്ഫ് തന്നെ കുത്തിച്ചതാണോ എന്നുള്ളതാണ്. കാരണം സെയ്ഫ് നടന്നു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓടിച്ചാടി തുള്ളിച്ചാടിയൊക്കെയാണ് ആഴത്തിൽ മുറിവേറ്റ ഒരാൾ വന്നത്. സത്യത്തിൽ എവിടെയൊക്കെ ഒരു ദുരൂഹത ഇല്ലേ മാഷേ? അല്ല, ഇതിൻ്റെ തുടക്കം മുതലേ ആ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം വളരെ ആഡംബര സജ്ജമായിട്ടുള്ള സൗദം, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വമുണ്ട്, എല്ലാ സാങ്കേതിക വിദ്യയുടെ കണ്ണുകളും സർവ്വതാ തുറന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു അക്രമി കയറിക്കൂടുക എന്ന് പറയുന്നത് നമ്മളുടെ ലളിത മനസ്സിനെ, നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു മനസ്സിനെ സംശയം ഉണ്ടാക്കുന്ന കാര്യം. ആ സംശയം ഒന്ന്. രണ്ട്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കുത്തുകൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷയിലാണോ? അതും എല്ലാവരും ഇതുവരെ തന്നെ പ്രശ്നത്തിലാക്കിയ ഒരു കാര്യമാണ്. കാരണം എത്രയോ ഡ്രൈവർമാർ, എത്രയോ വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്, അതൊന്നും എടുക്കാതെ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാം. അപ്പോൾ വേണമെങ്കിൽ അവർ യുക്തിപരമായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് മരണാസന്നമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അത് ഓട്ടോറിക്ഷയാണോ സ്കൂട്ടറാണോ ബൈക്കാണോ കാറാണോ എന്ന് നോക്കാറില്ല, കിട്ടിയ വാഹനത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അവിടെ. ശരിക്കും എല്ലാം സജ്ജമാണ്, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ. മറ്റൊന്ന്, ഈ അക്രമി എങ്ങനെ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു? ഇത് മൂന്നും സംശയം ഉന്നയിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് വിഷയങ്ങൾ. ആ മൂന്ന് വിഷയങ്ങൾക്കും ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പതുക്കെ മുന്നോട്ട് പോയി. സോഷ്യൽ മീഡിയ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു. അവസാനം അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വാരിയലിനിടക്ക് അഗാധമായ മുറിവേറ്റ സെയ്ഫ് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുന്നു. മാത്രമല്ല, ഒന്നും സംഭവിക്കാത്തതുപോലെ ഓടി അയാൾ പടികൾ കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക്. സന്തോഷം, സേഫിനൊന്നും പറ്റിയില്ല. അതെ, സേഫാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആഹ്ലാദകരമാണ്. കാരണം നമ്മുടെ ഒരു സെലിബ്രിറ്റിയാണ്. മറ്റതൊക്കെ അതിൻ്റെ പിന്നിലുള്ള കഥകളാണ്. കാരണം എന്താ വെച്ചാൽ സെലിബ്രിറ്റികളുടെ പിന്നിൽ എപ്പോഴും നിഗൂഢമായ ഒരു ലോകമുണ്ടാകും. അത് പണസംബന്ധമായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് സിനിമാ ലോകത്തെ വമ്പന്മാരായിട്ടുള്ള ആളുകൾ, നമ്മളിവിടെ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഒക്കെ അത്തരത്തിലുള്ള പണമിടപാടുകളുടെ കഥകൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്നവരാണ്. അപ്പോൾ സേഫിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സേഫിന് അല്ലെങ്കിൽ തന്നെ പരമ്പരാഗതമായിട്ട് ഒരുപാട് സ്വത്തുണ്ടായിരുന്ന മനുഷ്യനാണ്. അപ്പോൾ ആ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ, സർക്കാരിൻ്റെ നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നടത്തിയായിട്ടുള്ള നീക്കുപോക്കുകളും വെട്ടിപ്പുകളും ഒക്കെ അതിനകത്ത് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ നാടകം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അന്വേഷണം കൂടി പോലീസിൻ്റെ ഭാഗത്തും കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേന്ദ്രം ഇപ്പോൾ 1796 കോടിയുടെ സ്വത്താണ് കേന്ദ്രം കണ്ടെടുക്കുന്നത്, അതായത് പാരമ്പര്യമായ സ്വത്ത്. അപ്പോൾ ഇതിപ്പോ പണ്ട് ഇവിടം വിട്ടിട്ട് സെയ്ഫിന്റെ മുതുമുത്തച്ഛൻ പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ ആ സ്വത്ത് എനിമി സ്വത്തായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം ഇത് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുക്കാതിരിക്കാനായി ഒരു സഹതാപ നാടകം ഈ സെയ്ഫ് അലി ഖാനും കരീനയും ചേർന്ന് നടത്തിയതാണോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു. ഈ അമിത്ഷായുടെ കൂടി ഒരു ഇടപെടൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലായിരിക്കും കേന്ദ്രം ഇതിനെ നോക്കി കാണുന്നത്? അല്ല, കേന്ദ്രം അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്ന സമയത്ത് അത് മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഒരു വൈരാഗ്യബുദ്ധിയുടെ പ്രവർത്തനമായിട്ടും വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത കൂടുതൽ. രണ്ടാമത് എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് ഇടപെടലുകളൊക്കെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ അവസാനിക്കുക. അമിത്ഷാ ഇതിനകത്ത് ഇടപെടുന്നു, അതുപോലെ കേന്ദ്ര ഭരണകൂടം ഇടപെടുന്നു, സെയ്ഫ് ഖാനുമായിട്ട് ചർച്ചകളൊക്കെ നടക്കും, അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ അകത്ത് പങ്കാളികളാണ്. അപ്പോൾ ഇത് വളരെ അമിക്കബിളായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തീരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും കോടി രൂപ എന്ന് പറയുന്നത് സർക്കാർ ഏറ്റെടുക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ നടത്തുന്നതായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവില്ല. കാരണം ഇത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 75 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ സ്വത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ കണ്ണ് ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്നവരെ ജാതിയുടെ പ്രശ്നങ്ങൾ, വർഗീയ പ്രശ്നങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ വൈകാരിക അവസ്ഥകൾ,
പിന്നെ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം, ഇതൊക്കെ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതെനിക്ക് തോന്നുന്നത് ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് വളരെ അമിക്കബിളായിട്ട് വേണമെങ്കിൽ തീരാം. അപ്പം ഇവരുടെ നാടകം എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് തന്നെ. ഈ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി BJP സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഓപ്പോസിറ്റ് നിൽക്കുന്നവർ മറ്റു സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എങ്കിൽ കൃത്യമായി നീതി നടപ്പാക്കാൻ കുറച്ചുകൂടി കാലതാമസം. കാരണം അവർക്ക് ഹിന്ദുത്വ സർക്കാർ ആയതുകൊണ്ട്, ഹിന്ദുത്വത്തെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സെയ്ഫ് അലി ഖാനെ പോലുള്ള മുസ്ലിം നാമധാരിയായ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് കാണിക്കുന്ന അനീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേർ ഇപ്പം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായ അനധികൃതമായ സ്വത്താണ് എങ്കിൽ അത് കണ്ടു കെട്ടുക, അത് സർക്കാരിലോട്ട് വന്നു ചേരുക എന്നുള്ളത് പണ്ട് നെഹ്റു ഇവിടെ നിന്ന് പിന്നെ പാകിസ്ഥാനിലോട്ട് പോയ മുസ്ലിങ്ങളും പാകിസ്ഥാൻ അവിടെ നിന്ന് അടിച്ചോടിച്ച ഹിന്ദുക്കൾ ഇവിടെ വന്നപ്പോൾ ആ സ്വത്തുക്കളൊന്നും ഹിന്ദുക്കൾക്ക് നൽകിയില്ല. പകരം വഖഫ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടാക്കി അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ ഒരു നിലപാട് ഇപ്പോൾ വരുന്ന സർക്കാരുകൾ എടുക്കുന്നില്ല എന്നുള്ളത്, നിങ്ങൾ അനധികൃതമായതുണ്ട്, നിങ്ങൾക്ക് വേണ്ടാതെ ഇട്ടിട്ട് പോയ ഭൂമി അത് സർക്കാരിലോട്ട് തന്നെ വരണം എന്നുള്ളൊരു ദൃഢനിശ്ചയവുമായി മുന്നോട്ട് പോയാൽ, ഈ സ്വത്തുക്കളൊക്കെ ഏറ്റെടുത്താൽ എന്തായിരിക്കും ഈ ഒരു ഏത് തരത്തിലായിരിക്കും പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്? അല്ല, ഇവരുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഭരണഘടന അനുസരിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന തരത്തിലാണെങ്കിൽ അതിന് വലിയ എതിർപ്പുകളോ വിവാദങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതിന് പകരമായിട്ട് ഇത് ഒരു ഹിന്ദുത്വ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, നെഹ്റു ഗവൺമെൻറ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ഞങ്ങളിതിങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേറെ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് വെറുതെ ഇപ്പോൾ ഇതിനകത്ത് ഊഹാപോഹങ്ങൾ നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് അനുവദനീയമായിട്ടുള്ള നിയമങ്ങൾക്ക് അനുസരിച്ചാണ് അത് ഏറ്റെടുക്കുന്നതെങ്കിൽ നമ്മളത് അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കത് എതിർക്കേണ്ടതായിട്ടും വരും. കാരണം അവർ മുസ്ലിമാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവരുടെ ഭൂമി പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മൾ ഈ വഖഫ് ബോർഡിൻ്റെ നിയമത്തിലെ പോരായ്മ എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ്, മുൻപത്തെ ഉള്ള വിഷയം എന്നൊക്കെ പറയുന്നത് അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ്. വഖഫിൻ്റെ ഭൂമി എന്ന് എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങാനോ വിൽക്കാനോ ആർക്കും അവകാശമില്ല എന്ന് പറയുന്ന ഒരു നിയമം അതിനകത്തുള്ളത് കൊണ്ടാണ് ഈ ഭൂമി വിൽക്കുകയും ക്രയവിൽക്കുകയും ചെയ്യുകയും അത് റവന്യൂ ഭൂമിയായിട്ട് മാറുകയും ഒക്കെ ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ വാങ്ങി താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ആളുകൾ വരുമ്പോൾ അത് അനീതിയായിട്ട് മാറിത്തീരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകരുത് ഈ വിഷയത്തിൽ. സെയ്ഫിൻ്റെ കാര്യത്തിൽ സെയ്ഫ് വളരെ സെലിബ്രിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സെയ്ഫിൻ്റെയും കരീനയുടെയും കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ശരിയല്ല എങ്കിൽ അത് ഗവൺമെൻറ്റും രാജ്യത്തിനും തന്നെ മോശമായ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇടയുണ്ടാക്കുന്ന കാര്യമായി മാറും. അപ്പോൾ അങ്ങനെ വരില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സർക്കാർ അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള സമീപനമെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.